قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور صدق الله العلي العظيم وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബയിലൊക്കെ നമ്മൾ ഊന്നി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോടും മുസ്ലിങ്ങളല്ലാത്തവരോടും അഥവാ വിശ്വാസികളോടും വിശ്വാസം കൈക്കൊള്ളാത്തവരോടും ഒക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ചിന്തിക്കണം, ആലോചിക്കണം എന്ന കാര്യം. വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ നമ്മൾ പറഞ്ഞു, ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മാത്രമല്ല, തലങ്ങും വിലങ്ങും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മനുഷ്യരോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലുള്ള ഉത്തരം, വിശ്വാസം അഥവാ ഈമാൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ ബോധ്യമായിരിക്കണം. അതുകൊണ്ടാണ് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തുള്ള ഫോഴ്സ്ഡ് ബിലീഫ്, ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള, ബലം പ്രയോഗിച്ചുള്ള, നിർബന്ധിച്ചുള്ള വിശ്വാസം, അതുപോലെ തന്നെ ഇൻഹെറിറ്റഡ് ബിലീഫ്, പാരമ്പര്യമായിട്ട് നമുക്ക് പകർന്നു കിട്ടുന്ന വിശ്വാസം, അതുപോലെ തന്നെ ബ്ലൈൻഡ് ബിലീഫ്, അന്ധമായ വിശ്വാസം, ഇതൊന്നും വെച്ചു പുലർത്തണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. ബുദ്ധിയുടെ ബോധ്യമായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നു. അതിൻ്റെ കാരണം ഫോഴ്സ് ബിലീഫ് കൊണ്ടോ ഇൻഹെറിറ്റഡ് ബിലീഫ് കൊണ്ടോ അതല്ലെങ്കിൽ ബ്ലൈൻഡ് ബിലീഫ് കൊണ്ടോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാസനകൾ അനുസരിക്കാൻ അയാൾക്ക് വേണ്ട അളവിൽ പ്രാപ്തി നൽകില്ല. ഒരാൾ അന്ധമായി വിശ്വസിച്ചാലും ആ പ്രാപ്തി അയാൾക്കുണ്ടാവില്ല. ഒരാൾ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിലൂടെ വിശ്വസിച്ചാലും അത് അയാൾക്കുണ്ടാവില്ല. പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണെങ്കിലും അയാൾക്ക് ആ ഒരു കരുത്തുണ്ടാവില്ല, വിശ്വാസത്തിനൊരു കരുത്തുണ്ടാവില്ല. അതിലൂടെ സംഭവിക്കുന്നത്, ഇസ്ലാം ഓരോ വിശ്വാസിയോടും ആവശ്യപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഹിതമനുസരിക്കുക, അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ശാസനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് അയാളെ കൊണ്ട് വേണ്ട അളവിൽ സാധിക്കില്ല. പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ, പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ മുന്നോട്ടു പോക്കിൽ തനിക്ക് നഷ്ടം സംഭവിക്കും എന്ന് കാണുന്ന സന്ദർഭത്തിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ബോധ്യമായിരിക്കണം. അപ്പോൾ എന്താണ് ഈ ബുദ്ധിയുടെ ബോധ്യമാവുക എന്ന് പറയുന്നത്? വിശ്വാസം ബുദ്ധിയുടെ ബോധ്യമായിരിക്കണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുവട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ദൈവം തമ്പുരാൻ, സർവേശ്വരൻ നിരവധി പ്രകൃതി പ്രതിഭാസങ്ങൾ സംവിധാനിച്ചു വെച്ചതിന് ശേഷമാണ്, അതിനടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് നോക്കുകയും കണ്ണു തുറന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ കാണുകയും അതിനെക്കുറിച്ച് നമ്മൾ
നിരന്തരമായി ചിന്തിക്കുകയും അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഏകത്വം, ദൈവത്തിൻ്റെ ഏകത്വം, ഒന്നാമത് ദൈവത്തിൻ്റെ അസ്തിത്വം, ആ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഏകത്വം, അതുപോലെ തന്നെ പരലോകത്തിൻ്റെ യാഥാർത്ഥ്യം, ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് ഈ ചിന്തയിലൂടെ, ഈ ആലോചനയിലൂടെ, ഈ മനനത്തിലൂടെ, ഏത് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലൂടെ, അന്വേഷണങ്ങളിലൂടെ നമ്മൾ ഈ 3 യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിൻ്റെ അസ്തിത്വം. ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട്. പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നം തീരില്ല. ആ ദൈവം ഏകനാണ്, അവിടെയും പ്രശ്നം തീരില്ല. കണക്ക് പറയേണ്ടി വരുന്ന ഒരു ലോകമുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. നമുക്കത് ലഭിക്കാൻ നമ്മുടെ ചുറ്റുമുള്ള ഏക മാർഗം അതാണുള്ളത്. ഏക മാർഗം അതാണുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായ മാർഗം അതാണുള്ളത്. വേറെ മാർഗങ്ങളില്ല. വേറെ മാർഗങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്. ഇത് ഓരോ വ്യക്തിക്ക് നോക്കിയാലും കാണാൻ കഴിയും. ഞാനിത് പറയുമ്പോൾ നമ്മൾ ആരും മനസ്സിലാക്കി പോകരുത്, നമ്മുടെ വിശ്വാസത്തിന് ശാസ്ത്രീയമായ അടിത്തറ വേണമെന്നാണ് ഞാൻ പറയുന്നത് എന്ന് വിചാരിക്കരുത്. ശാസ്ത്രീയമായി വിശ്വാസത്തിന് അടിത്തറ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ശാസ്ത്രീയമായി ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായിട്ട് തെളിയിക്കുക എന്ന് പറയുന്നതും ഒരാളുടെ ബുദ്ധിക്ക് ബോധ്യമാകണമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഒരാളുടെ ബുദ്ധിക്കും യുക്തിക്കും ബോധ്യമാകണമെന്ന് പറയുന്നതും വിശ്വാസം ശാസ്ത്രീയമാകണമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വിശ്വാസത്തിന് ശാസ്ത്രീയമാകാൻ പറ്റില്ല. കാരണം ശാസ്ത്രത്തിൻ്റെ ലിമിറ്റേഷൻ അപ്പുറത്താണ് വിശ്വാസം നിൽക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ ഒരു ടൂൾ ഉപയോഗിച്ചും അള്ളാഹു ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. ശാസ്ത്രത്തിൻ്റെ ഒരു ടൂൾ ഉപയോഗിച്ചും അള്ളാഹു ഏകനാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. ശാസ്ത്രത്തിൻ്റെ ഒരു ടൂൾ ഉപയോഗിച്ചും വിചാരണ ലോകമുണ്ടെന്ന കാര്യം കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ പിന്നെ ശാസ്ത്രീയമായിരിക്കണം വിശ്വാസം എന്ന് പറയുന്നത് ബ്ലണ്ടറാണ്. അത് നമ്മളാരും പറയാനും പാടില്ല. നമ്മൾ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ബോധ്യമായിരിക്കണം, എൻ്റെ യുക്തിയുടെ ബോധ്യമായിരിക്കണം, എൻ്റെ ചിന്തയുടെ ബോധ്യമായിരിക്കണം. ആ ബോധ്യത്തിനാണ് നമ്മൾ അങ്ങനെയാണ് പലതും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ജീവിതത്തിലും വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുടെ ബോധ്യമായിരിക്കണം. ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസം ബുദ്ധിയുടെ ബോധ്യമായിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ, ഇത് നമ്മൾ എവിടെന്നെങ്കിലും ഖുർആനിൽ നിന്ന് ഗവേഷണം നടത്തി ഡിറൈവ് ചെയ്ത് നിർദ്ധാരണം ചെയ്ത് കൊണ്ടുവന്ന ഒരു കാര്യമല്ല. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കാര്യമല്ല വിശ്വാസം ബുദ്ധിയുടെ ബോധ്യമായിരിക്കണം എന്ന കാര്യം. അതിനപ്പുറം അള്ളാഹു നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രമാണരേഖ വിശുദ്ധ ഖുർആൻ വെളിച്ചത്തോടെ തെളിമയോടെ നേർക്ക് നേരെ പറയുന്ന കാര്യമാണിത്. അല്ല, നമ്മളിങ്ങനെ കുറേ ആയത്തുകളൊക്കെ കൂട്ടിവെച്ച് ചിന്തിച്ച് പഠിച്ച് കണ്ടെത്തി അവതരിപ്പിച്ച ഒരു കാര്യമല്ല അത്. മറിച്ച് അള്ളാഹു നേർക്ക് നേരെ പറയുന്ന കാര്യമാണ്. എവിടെ? വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 27-28 വാചകങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. എന്താ അള്ളാഹ് പറയുന്നത്? അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമായി മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ വമിനൽ ജിബാലി ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫൻ അൽവാനുഹാ വഗറാബിബ് സൂദുൻ വമിനൻ നാസി വദ്ദവാബി വൽഅൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഹകീം. എന്തതിൻ്റെ അർത്ഥം? അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമായി മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ, നോക്കുന്നില്ലേ എന്തിലേക്ക്? അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു. എന്നിട്ട് ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ, ഡിഫറെന്റ് കളറിലുള്ള ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു, എന്നിട്ട് ഡിഫറെന്റ് കളറിലുള്ള ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടാക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. മഴ ഒന്നാണെങ്കിലും, മഴവെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളടക്കം ഒന്നാണെങ്കിലും, വ്യത്യസ്ത വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അത് വീഴുമ്പോൾ ഡിഫറെന്റ് കളറിലുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം അള്ളാഹു പറയുന്നത് ഓ മിനൽ ജിബാൽ ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫൻ അൽവാനുഹാ വഗറാബിബ് സൂദുൻ. രണ്ടാമത്തെ കാര്യം അള്ളാഹു പറയുന്നത്, നിങ്ങൾ ശിലാനിരകളിലേക്ക് നോക്കുക.
അതുപോലെ തന്നെ ആ ശിലാനിരകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെളുത്ത നിറത്തിലുള്ള ശിലകൾ നമുക്ക് കാണാം, ഡിഫറെന്റ് കളേഴ്സ്. ആ രൂപത്തിലുള്ള സ്റ്റോൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചുമന്ന കളറിലുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗറാബിബ് സൂദ് അഥവാ കാക്ക കറുപ്പുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ശിലാനിരകളിലേക്ക് നമ്മൾ നോക്കിയാൽ. ഒരുപക്ഷെ നമ്മളിവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ശിലാനിരകളിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ കറുത്തത്, അതുപോലെ തന്നെ വെളുത്തത്, ചുമന്നത് ഒന്നും ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാഹു ഈ ഭൂമിയിൽ ശിലാനിരകൾ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അത് കൂടുതൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നോക്കണം? നമ്മൾ ഗ്രാനൈറ്റുകളിലേക്ക് നോക്കിയാൽ മതി. ഗ്രാനൈറ്റുകൾ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാനൈറ്റുകൾ ഏറെക്കുറെ ഈ കളറുകളിലുള്ളതാണ്. വെളുത്ത കളറിലുള്ള ഗ്രാനൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കറുത്ത കളറിലുള്ള ഗ്രാനൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രാനൈറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി സംവിധാനിച്ചു വെച്ച ശിലകൾ കട്ട് ചെയ്തിട്ടാണ്. അവിടെ പോയാൽ നമുക്കത് കാണാൻ സാധിക്കും. വലിയ ബ്ലോക്കുകളായിട്ട് കട്ട് ചെയ്ത് കമ്പനിയിൽ കൊണ്ടുവന്ന് ലെയറായിട്ട് പിന്നെ അത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്നാണിപ്പോൾ സിന്തറ്റിക് ഗ്രാനൈറ്റ് ഒക്കെ ഉള്ളത്. സാധാരണഗതിയിലുള്ളത് ഒറിജിനൽ നാച്ചുറൽ ഗ്രാനൈറ്റ് ആണ്. നാച്ചുറൽ ഗ്രാനൈറ്റിൽ നമുക്ക് കറുത്തത് കാണാം, അല്ലാഹ് പറയുന്നത് പോലെ വെളുത്തത് കാണാം, അല്ലാഹ് പറയുന്നത് പോലെ ചുമന്നത് കാണാം. ഇതൊക്കെ കാണാം നമുക്ക്. ഈ ശിലാനിരകളിലേക്ക് നിങ്ങൾ നോക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ അല്ലാഹു പറയുന്നത് വമിനൻ നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു. ജനങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, മൃഗങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ കന്നുകാലികളിലേക്ക് നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് ഡൈവേഴ്സിറ്റി കാണാം. ഏത്? കളർ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യരുടെ വ്യത്യസ്തമായ കളറുകൾ. കളർ ഡൈവേഴ്സിറ്റി ഓഫ് കാറ്റിൽ, കന്നുകാലികളിലുള്ള വ്യത്യസ്തതകൾ. അതുപോലെ തന്നെ കളർ ഡൈവേഴ്സിറ്റി ഓഫ് ബീസ് അഥവാ ജന്തുവർഗങ്ങളിലുള്ള ഡിഫറെന്റ് കളേഴ്സ്, വേരിയസ് കളേഴ്സ്, വ്യത്യസ്തങ്ങളായ കളറുകൾ. ആ കളറുകളിലേക്ക് നിങ്ങൾ നോക്കൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ അല്ലാഹ് പറയുന്നത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അടിമകളിൽ ഉലമാക്കളാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത്. ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഖുർആനിലുള്ളതാണ്, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് അള്ളാഹിൻ്റെ വേദത്തിലുള്ളതാണ്. നമ്മൾ ഓതിപ്പോയപ്പോഴൊന്നും ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഓതാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിൽ ഖുർആൻ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഖുർആനിലുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മേലിൽ അതിലൂടെ കടന്നു വരുമ്പോഴെങ്കിലും ഇതാണല്ലോ ഇത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പ്രാവശ്യം മാത്രമേ ഉലമാ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളൂ. ഇൽമ്, ആലിം എന്നൊക്കെയുള്ള പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്, ഏറെ പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. ഉലമാ എന്ന് പറയുന്ന പദം രണ്ട് പ്രാവശ്യമാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലൊന്നാമത്തേത് 26-ാം അധ്യായം 197-ാം വചനം, സൂറത്തു ശുഅറാ. അതിലെന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഉലമാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിലെ ഉലമാക്കൾ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ബനി ഇസ്രായേലിലെ ഉലമാക്കൾ. രണ്ടാമത്തെ പ്രാവശ്യം ഖുർആൻ ഉപയോഗിച്ചത് ഈ 35-ാം വചനത്തിൽ, അഥവാ 35-ാം അധ്യായത്തിൽ, സൂറത്തുൽ ഫാത്തിറിൽ 28-ാമത്തെ വചനത്തിൽ. ആ വചനമാണ് നമ്മൾ പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായിട്ടും ആ വാചക ഘടന ശ്രദ്ധിക്കണം. വെറുതെ അള്ളാഹിൻ്റെ അടിമകളിൽ ഉലമാക്കളാണ് അള്ളാഹിനെ ഭയപ്പെടുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിൻ്റെ അടിമകളിൽ ഉലമാക്കളാണ് അള്ളാഹിനെ ഭയപ്പെടുക എന്നല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ തീർച്ചയായിട്ടും ഉലമാക്കളാണ് അള്ളാഹിനെ ഭയപ്പെടുക. നിശ്ചയമായും, അതിനാണ് ഇന്ന എന്ന പ്രയോഗം സ്ട്രെസ്സിങ്ങിന് വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്നതാണ്. ഖുർആനിൽ ധാരാളമായി നമുക്കത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിശ്ചയമായിട്ടും അള്ളാഹുവിൻ്റെ അടിമകളിൽ
അള്ളാനെ ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണ്. ഇത് മനസ്സിൽ നന്നായി തറക്കണം, എങ്കിലേ ബാക്കി നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഉലമാക്കൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ധാരണ എന്താണ്? ദർസിൽ മതപണ്ഡിതന്മാരാണ് ഉലമാക്കൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ധാരണ മതപണ്ഡിതന്മാർ. അതാണല്ലോ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക. അറബി കോളേജിൽ പഠിച്ച, ദർസിൽ പഠിച്ച, അതിൻ്റെ അർത്ഥത്തിലുള്ള വേഷഭൂഷാദികളിലുള്ള ഒരാളാണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ഏത് സംഘടനയിൽപ്പെട്ടതാണെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള ഒരു ചിത്രമായിരിക്കും. ഇങ്ങനെയുള്ളൊരു ചിത്രം. കാരണം നമുക്ക് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അവരാണ്. നമുക്ക് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ദാരിമിയാണ്. നമുക്ക് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ബാഗവിയാണ്. നമുക്ക് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഫൈസിയാണ്. നമുക്ക് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അസരിയാണ്. നമുക്ക് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ സുല്ലമിയാണ്. ഇങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദപ്രമാണത്തിൽ ഒരു ഉലമായിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഉലമാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിവിടെ നമുക്ക് മനസ്സിലാകും. ഇവിടെ അള്ളാഹ് പറഞ്ഞത് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാനെ ഭയപ്പെടുക ഉലമാക്കൾ മാത്രമാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഇതാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 27, 28 സൂക്തങ്ങൾ ഞാൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അത് ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നേർക്ക് നേരെ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഒരു വളച്ചുകെട്ടുമില്ല, ഒരു വിശദീകരണവും നൽകേണ്ടതില്ല. അഥവാ അള്ളാഹ് ഇത് പറയുന്ന ഒരു സർക്കംസ്റ്റാൻസ്, സാഹചര്യം, അതിൻ്റെ ഒരു കണ്ടക്സ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ നോക്കിയതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അഥവാ അള്ളാഹ് വാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അള്ളാഹ് പറയുന്നത് ഇതാണ്, നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കുന്നില്ലേ? അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു, എന്നിട്ട് ഡിഫറൻറ്റ് കളറിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ നോക്കുന്നില്ലേ ശിലാനിരകളിലേക്ക്? ആ ശിലാനിരകളിൽ വെളുത്തതും ചുമന്നതും കാക്ക കറുപ്പുള്ളതുമായ ശിലാനിരകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ മനുഷ്യരിലേക്ക് നോക്കുന്നില്ലേ? എല്ലാവരും മനുഷ്യരാണെങ്കിലും ഡിഫറൻറ്റ് കളേഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യരിൽ ഡിഫറൻറ്റ് കളറുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കാലികളിലേക്ക് നോക്കൂ. കാലികളാണെങ്കിലും കാലി വർഗത്തിൽപ്പെട്ടതാണെങ്കിലും നമുക്ക് ഡിഫറൻറ്റ് കളർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് മൃഗങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, അവിടെയൊക്കെ ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മെ നോക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിശ്ചയമായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടുക ഉലമാക്കളാണ്. ഇത് ഈ ഉലമ ആരാണ്? ഈ ഉലമാക്കൾ ആരാണ്? നമുക്കിപ്പോൾ ഇതം പര്യന്തം പരിചയമുള്ള അറബിക് കോളേജിൽ പഠിച്ച, ദർസിൽ പഠിച്ച ഉലമാക്കളെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനാണ് ഇവിടെ ഉലമാക്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കലും ദർസിൽ പഠിച്ച ഉലമാക്കളെക്കുറിച്ചല്ല, അറബി കോളേജിൽ പഠിച്ച ഉലമാക്കളെക്കുറിച്ചല്ല. നിങ്ങൾ ആയത്ത് ഒന്നെടുത്ത് പഠിച്ചാൽ നമ്മൾ സർപ്രൈസ്ഡായി പോകും, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്കിതുവരെ പരിചയമുള്ള ഉലമാക്കളെക്കുറിച്ചല്ല. നമുക്ക് പരിചയമുള്ളത് ദർസുകളിലും അറബി കോളേജുകളിലൊക്കെ പോയി ഒരു കൂമ്പാരം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ച ആളുകളെയാണ് നമ്മളുടെ മുൻപിൽ ഉലമാക്കളായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പണ്ഡിതനാകാൻ, ഈ ഉലമ ആകാൻ, ഇത്തരം ഉലമാക്കളാകാൻ ഏത് പെട്ടിക്കച്ചവടക്കാരനും സാധിക്കും, ഏത് മീൻ കച്ചവടക്കാരനും സാധിക്കും, ഏത് ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും സാധിക്കും, അതുപോലെ തന്നെ എഞ്ചിനീയർക്കും സാധിക്കും, അതുപോലെ തന്നെ ഡോക്ടർക്കും സാധിക്കും, അതുപോലെ തന്നെ സാധാരണക്കാർക്കും സാധിക്കും. എല്ലാവർക്കും അള്ളാഹു ഈ പറഞ്ഞ ഉലമാക്കളിൽ പെടാൻ സാധിക്കും. ഒന്ന് വിചാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വേറെ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കളൊന്നും വേറെ പരിചയപ്പെടുത്തുന്നില്ല ഖുർആനിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കളെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്, അഥവാ ആലിമിനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ല. അത് ഈ പറഞ്ഞ ആലിമാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ആർക്കു വേണ്ടിയും ആർക്കും നോക്കാം. മറ്റേത് അറബി കോളേജിൽ പോകണമല്ലോ, അല്ലെങ്കിൽ ദർസിൽ പോകണമല്ലോ. ഇതല്ല, നമുക്ക് നമ്മൾ നടക്കുന്ന എങ്ങോട്ടും നോക്കി അത് ആലോചിക്കാം. ഇത് തന്നെ ആലോചിക്കാനല്ല എന്നാ പറയുന്നത്. അതിനായിട്ട് മെയിൻ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ നോക്കണം, നിങ്ങൾ ചിന്തിക്കണം, അലസമായി നിങ്ങൾ നടക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് അതിൻ്റെ വളരെ സുപ്രധാനമായിട്ടൊരു വശം.
ഇനി മറ്റൊരു വശം നമുക്ക് അതിൻ്റെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഇത്രയും ആഴത്തിൽ വിശകലനം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്, ഇത് നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഒരു ഖുത്ബ എന്നുള്ള നിലക്ക് കേട്ട് ഈ ചെവി കൂടി കളയാനല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഒരു മൂല്യവൽക്കരിക്കാൻ സാധിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാലാണ് കഴിയുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 2 പദങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നമാ യഖ്ഷല്ലാ, തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടുക. ഇവിടെ ഈ ഖശിയത്തുള്ള, അള്ളാഹിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറയുന്നത് ഇവിടെ തഖ്വ എന്ന അർത്ഥത്തിലാണ്, ദൈവിക സൂക്ഷ്മത എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ വെറുതെ പേടിയല്ല. നമ്മൾ അള്ളാഹിനെ ഭയപ്പെടണം എന്ന് പറയുമ്പോൾ പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്ന പോലെ പേടിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് നമ്മൾ അള്ളാഹിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടും ആ ഭയപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ സന്നദ്ധമാകുന്നു എന്നുള്ളതാണ്. അള്ളാഹിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാത്ത വേറെ ഭയമൊന്നുമില്ല, വേറെ ഭയം കൊണ്ടൊരു കാര്യവുമില്ല. ജീവിതത്തിൽ അള്ളാഹിൻ്റെ വിധിവിലക്കുകളൊക്കെ പുറങ്കാലുകൊണ്ട് വലിച്ചെറിഞ്ഞതിന് ശേഷം അള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും പേടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ആ പേടിയല്ല, അത് വെറും പാമ്പിനെ കാണുമ്പോഴുള്ള പേടിയാണ്. നീ നാളെ എങ്ങാനും പോകുമ്പോൾ ശിക്ഷിക്കുമോ എന്നൊക്കെ വിചാരിച്ചുള്ള പേടിയാണ്. ആ പേടിയല്ല ഇവിടെ. പേടി, ഭയം എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും നമ്മൾ സാധാരണ പറയുന്ന പേടി, ഭയം എന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിട്ടുള്ളത്. മറിച്ച് തഖ്വ എന്ന അർത്ഥത്തിലാണ്, സൂക്ഷ്മത. അപ്പൊ ഇവിടെ എന്തായി? ഇന്നമാ യഖ്ഷല്ലാ, അള്ളാഹുവിനോട് തഖ്വ പാലിക്കുന്ന ആളുകൾ എന്നായി അതിൻ്റെ അർത്ഥം. അതങ്ങനെ തന്നെയാണ്, ഞാൻ ഉണ്ടാക്കുന്ന അർത്ഥമല്ല. ഖുർആൻ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. മിൻ ഇബാദിഹിൽ ഉലമാവ്, ഉലമാവ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഉലമാക്കൾ. ഇൽമ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. ആലിം എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളവൻ എന്നാണ് അർത്ഥം. ആലിം എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഉലമാ, അഥവാ പണ്ഡിതൻ, പണ്ഡിതന്മാർ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആണിത്. അഥവാ ഇൽമ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ആലിം എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനമുള്ളവൻ, ഉലമാ എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനമുള്ള ഒരു കൂട്ടം ആളുകൾ, ഉലമാക്കൾ. ഇതാണ് സംഭവം. ഇങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളല്ലാതെ തിരിച്ച് ഈ ദർസിലും അറബി കോളേജിലും പഠിച്ച ഉലമാക്കളിലേക്ക് പോയാൽ ആകെ തകിടം മറിയും. അതല്ല ഇവിടെ അള്ളാഹ് പറയുന്നത്. അപ്പൊ അള്ളാഹ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ അടിമകളിൽ തഖ്വ പാലിക്കാൻ ശേഷിയുള്ളവർ ജ്ഞാനമുള്ളവരാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. അതിനെ എല്ലാത്തിലും മലയാളത്തിലേക്ക് ആക്കിയാൽ അതാണ് അതിനർത്ഥം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിന് തഖ്വ പാലിക്കുന്നവർ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ സന്നദ്ധമാകുന്നവർ ജ്ഞാനമുള്ളവരാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ഏത് ജ്ഞാനമുള്ളവർ? ഏത് ജ്ഞാനമുള്ളവർ? പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആ ബോധ്യമുള്ളവർ ആണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ സന്നദ്ധത കാണിക്കൂ. പ്രത്യേകിച്ച് രസജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, നഷ്ടം ഭയപ്പെടുന്ന ഘട്ടത്തിൽ പോലും എനിക്ക് അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ, ഇനിയിപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും എന്ന ഒരു നിലപാടിൽ, ഒരു അഡമൻ സ്റ്റാൻഡിൽ നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനമുള്ളവർക്കേ പറ്റുള്ളൂ. ഈ ജ്ഞാനമുള്ളവർക്കേ പറ്റുള്ളൂ. അതിന് ഒരു കൂട്ടം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചാലും ഈ ജ്ഞാനം കിട്ടില്ല. ഈ ജ്ഞാനം പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്. ഈ ജ്ഞാനം നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്. അത് നമുക്ക് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഞാൻ പറയുന്നു, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി വർഷങ്ങൾ ചിലവഴിച്ച നമുക്ക് പരിചയമുള്ള ഉലമാക്കളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ അവിടെ ഒന്നും പോകാത്ത ഈ ജ്ഞാനമുള്ള ഒരു സാധാരണക്കാരന് പറ്റും. ഇതാണല്ല പറയുന്നത്, ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല അത്. ഇതാണല്ല പറയുന്നത്. ഈ ജ്ഞാനമാണ് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത്. ഈ അള്ളാഹിനെ ഭയപ്പെടാൻ സന്നദ്ധതയുള്ളവനെ കർമ്മശാസ്ത്രം എന്താണെന്ന് അറിയേണ്ട കാര്യമുള്ളൂ, അല്ലേ? അള്ളാഹിനെ ഭയപ്പെടാൻ സന്നദ്ധതയുള്ളവനാണ് പിന്നെ അള്ളാഹിന്റെ കർമ്മശാസ്ത്രം എന്താണെന്ന് അറിയേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ ഒരു തിരിച്ചിൽ സംഭവിച്ചിട്ടുള്ളത്, ഈ കർമ്മശാസ്ത്രം അറിയുന്നവരെയാണ് കൂടുതലായി നമ്മൾ ഉലമാക്കൾ എന്ന് പറയുന്നത്. ഈ കർമ്മശാസ്ത്ര ആവശ്യം വന്നത് പോലും യഥാർത്ഥ ഉലമാ ആയി കഴിയുമ്പോഴാണ്. അതാണല്ലോ, പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആ ജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ആ ജ്ഞാനം അനുസരിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന കർമ്മശാസ്ത്രത്തിന്റെ ഇഷ്യൂ വരുന്നുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ജ്ഞാനിയാവേണ്ടത് ഈ വിഷയത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞിട്ടും
നമ്മൾ എത്രത്തോളം സീരിയസ്നെസ് ആ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്? ഞാനൊരു ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എത്ര പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട എത്ര ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള എത്ര ഖുതുബകൾ അടക്കമുള്ള പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും വാദുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. വളരെ തുച്ഛം മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുൽ റൂമിലെ 22-ാം വചനത്തിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ആയാത്തിൻ ലിൽ ആലിമീൻ. എന്താ അല്ലാഹു പറയുന്നത്? ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്തിലെ? ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. പിന്നെന്താ? വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, നിങ്ങളുടെ ഇടയിലുള്ള ഭാഷാ വൈവിധ്യങ്ങളുണ്ടല്ലോ, ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ്, ഡിഫറെന്റ് ലാംഗ്വേജസ്. ലോകത്ത് 800 കോടി മനുഷ്യരുണ്ടെങ്കിലും അവരൊക്കെ എത്രയോ തരം ഭാഷയിലാണ് സംസാരിക്കുന്നത്. എത്ര തരം ഭാഷയിലാണ് സംസാരിക്കുന്നത്? എത്ര തരം കളറുകളാണ് ആളുകൾക്കുള്ളത്? ഇതിനെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചതിന് ശേഷം അല്ല പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിൽ ആലിമീൻ. ആലിം, ഇൽമ്, ആലിം, ആലിമീൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തിന് ആർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നത്? ആലിമീങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ല പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും നിങ്ങൾ സംസാരിക്കുന്ന വ്യത്യസ്തമായ ഭാഷകളിലും നിങ്ങളുടെ വ്യത്യസ്തമായ കളറുകളിലും ആർക്ക് ദൃഷ്ടാന്തമുണ്ട്? ആലിമീങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ ആലിമാരാ? ഇവിടെ പറഞ്ഞ ആലിമാരാണ്? ഈ പറഞ്ഞ ആലിമാണോ? നമ്മൾ സാധാരണ പറയുന്ന ആലിമും ഉലമാവും ആണോ? അല്ല. അതിനപ്പുറം പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആലിമീങ്ങളാണത്. ഈ ആലിമാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഉലമാക്കളാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ശാസനകൾ അനുസരിച്ച് ജീവിക്കണം എന്ന ബോധം നമ്മെ നിയന്ത്രിക്കില്ല. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യും, രഹസ്യ ജീവിതത്തിൽ പറ്റില്ല നമുക്കത്. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് പറ്റില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചിന്തകളിലൂടെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്ന വിധം നമ്മൾ ഈ വിശ്വാസത്തെ പാകപ്പെടുത്തണം, ഈ ചിന്തകൾ കൊണ്ട്. അങ്ങനെ നമ്മളതിനെ ഷേപ്പ് ചെയ്യണം. അതാണ് യഥാർത്ഥ വിശ്വാസം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർദ്ധാരണം ചെയ്ത് കൊണ്ടുവന്ന കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ 2 ഇടങ്ങളിലായിട്ട് കിടക്കുന്നതാണ്, സൂറത്തുൽ ഫാത്തിറിലും സൂറത്തുൽ റൂമിലും. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം ഇത് ഖുർആനിലൂടെ പറഞ്ഞിട്ടും നമ്മൾ ദീൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന കേന്ദ്രങ്ങളിൽ, അത് ദർസും അറബി കോളേജുമാണ്, ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത്തരം ഇടങ്ങളിലെ സിലബസുകളിൽ, കരിക്കുലത്തിൽ അള്ളാഹു പറഞ്ഞ ഈ വിഷയം എത്രത്തോളം കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ പറയുന്ന അറബി കോളേജുകളിലും നമ്മൾ പറയുന്ന ദർസുകളിലും അള്ളാഹു പറഞ്ഞ ഈ അർത്ഥത്തിലുള്ള ജ്ഞാനം ആ സിലബസിൽ നമുക്ക് കാണാൻ കഴിയില്ല, ആ കരിക്കുലത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, പാഠ്യപദ്ധതിയിൽ അത് നമുക്ക് കാണാൻ കഴിയില്ല. ഏറെ ഇറങ്ങിയിട്ടുള്ളതും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്, ഏറെ പഠിപ്പിക്കപ്പെടുന്നതും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. ഖുർആൻ പോലുമല്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്തിത്വവും ആ അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യവും അവൻ പരമാധികാരിയായിട്ടുള്ള വിചാരണ ലോകത്തെക്കുറിച്ചും അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വച്ച ജ്ഞാനം എന്താണ്? പ്രകൃതി പ്രതിഭാസങ്ങളാണ്, ഇത്തരം ചുറ്റുപാടുകളാണ്. അഥവാ നമ്മുടെ ചുറ്റുമുള്ള നാച്ചുറൽ ഫിനോമിന ഉണ്ടല്ലോ, പ്രകൃതി പ്രതിഭാസങ്ങൾ നമ്മൾ പറയുന്ന ആ പ്രകൃതി പ്രതിഭാസങ്ങളാണ്. എന്നാൽ നമ്മൾ ഉലമാക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കരിക്കുലത്തിൽ, സിലബസിൽ ഈ പറയുന്ന ജ്ഞാനം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊന്ന് ചിന്തയെ മാറ്റിപ്പിടിക്കണം. ഈ ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ ലീവൊന്നും എടുത്തെടുക്കേണ്ട കാര്യമല്ല, അത് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് എപ്പോഴും ചിന്തിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്നത് ടൂറിന് പോകുമ്പോഴാണ്. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ കരവിരുതുകൾ കാണുന്നത് അപ്പോഴാണ്. അള്ളാഹു സ്വയം ഈ ഭൂമിയിൽ ചെയ്തു വച്ച ഈ സംവിധാനങ്ങൾ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കണം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ കരവിരുതുകൾ കാണാൻ ഭാഗ്യം ലഭിച്ചവർ ഡോക്ടേഴ്സാണ്.
ഡോക്ടേഴ്സിനോളം അള്ളാഹുവിൻ്റെ കരവിരുത് കാണുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ സങ്കീർണമായ, അള്ളാഹു ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ച ഏറ്റവും വലിയ സങ്കീർണമായ മനുഷ്യനെ അടുത്തറിഞ്ഞവരാണ് അവർ. അതുകൊണ്ട് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ ഇതെന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ കരിക്കുലത്തിൻ്റെ പ്രശ്നം അവിടെയുമുണ്ട്. നമ്മുടെ ദർസിൻ്റെ പ്രശ്നം എന്താണ്? നമ്മുടെ അറബി കോളേജിൻ്റെ പ്രശ്നം എന്താണ്? അവിടെ കർമ്മശാസ്ത്രവും ഇതൊക്കെ പഠിപ്പിക്കും. പക്ഷേ ഈ പറയുന്ന ശരീരമോ അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ചോ അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചോ ഒന്നും അവിടെ പഠിപ്പിക്കില്ല. അതേസമയം മെഡിസിൻ പഠിക്കുന്നിടത്ത് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ശാസ്ത്രീയതയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. പക്ഷേ ഈ വിവരം കൊടുക്കൂല. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു എക്സ്പോ നടന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ പോവുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഭ്രൂണം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച ശരീരം, ബ്രസ്റ്റ്, അങ്ങനെ പലതും ഒക്കെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ വോക്കൽ കോഡിനെ കുറിച്ച് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഭരണിക്കകത്ത് നമ്മുടെ ഈ ഭാഗം ഇട്ടിരിക്കുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എല്ലാവർക്കും ഇത് തന്നെയാണല്ലോ ഉള്ളത്, ഈ ഭാഗം എല്ലാവരിലും ഒരുപോലെ തന്നെയായിരിക്കും, ഒരു വി ആകൃതിയിലുള്ള ഒരു മസിലാണ് ഈ വോക്കൽ കോഡ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് യേശുദാസിൻ്റെ ശബ്ദവും വരുന്നത്, അവിടെ നിന്നാണ് എൻ്റെ ശബ്ദവും വരുന്നത്, അവിടെ നിന്നാണ് നിങ്ങളുടെയൊക്കെ ശബ്ദം വരുന്നത്. പക്ഷേ ആ ഒറ്റ ഒരുപോലിരിക്കുന്ന ആ അവയവം കൊണ്ട് ഞാൻ ശബ്ദിക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾ ശബ്ദിക്കുമ്പോൾ നിങ്ങളെനിക്ക് തിരിച്ചറിയാൻ പറ്റും. ആളെ കാണാതെ തന്നെ എവിടെന്നെങ്കിലും ശബ്ദം വന്നാൽ ഇത് ഇന്ന ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എത്രമാത്രം ശബ്ദ ഡൈവേഴ്സിറ്റിയാണുള്ളത് ഈ ലോകത്തുള്ള സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ഒരൊറ്റ ചെറിയ സംവിധാനത്തിലൂടെ. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ പ്രൊഫസേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ടോ എന്ന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലും അവിടെ നടത്തൂല. അവിടെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ പറയും, അതിൻ്റെ ഒരു ഫിസിയോളജി പറയും. അതിനപ്പുറത്ത് അവിടെ ഉള്ള ഒരു അത്ഭുതം പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് തുനിഞ്ഞ് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരാളും നമ്മളൊന്നും പഠിപ്പിക്കേണ്ട. കാരണം അങ്ങനെ പഠിപ്പിച്ച് ചെയ്യുന്ന ഒരു സംഗതി ആയിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നിട്ടുള്ളത്. മറിച്ച് ചുറ്റും നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ബുക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 2 തരം ആയാത്തുകളുള്ള ബുക്കുകളാണ് തന്നിട്ടുള്ളത്. ഒന്ന് ഒരു പുസ്തകം എന്ന് പറയുന്ന, ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സാണ്, നമ്മുടെ നേച്ചറാണ്, നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ ചുറ്റുവട്ടമാണ്. ഓപ്പൺ ബുക്കാണ് അത്. അതല്ലാതെ തുറന്നു വച്ചിരിക്കുകയാണ്. ആ ബുക്ക് വായിക്കാൻ നമുക്ക് കഴിയണം. അതാണ് അള്ളാഹു ആവശ്യം. ആ ബുക്ക് വായിക്കാനാണ് അള്ളാഹ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ ആ ബുക്ക് ആദ്യം വായിക്കും. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനാണ്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ കരവിരുതാണെങ്കിൽ മറ്റേത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഒന്ന് അള്ളാഹിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ മറ്റേത് അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇത് എത്ര മാച്ചിങ്ങാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 2 ആയാത്തുകളും ഒന്ന് അള്ളാഹുവിൻ്റെ സംസാരമാണ്, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. പ്രകൃതി അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്, മറ്റേത് അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഈ രണ്ടും ഓപ്പൺ ബുക്കാണ്. ആർക്കും വായിക്കാം, ഏത് മനുഷ്യനും വായിക്കാം. അവൻ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, ആരുമാകട്ടെ അവന് വായിക്കാം. വായിക്കാമെന്നല്ല, അള്ളാഹ് തലങ്ങും വിലങ്ങും ഖുർആനിൽ ആവശ്യപ്പെടുന്നത് നിങ്ങളത് വായിക്കണം. നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾ എന്നെ കണ്ടെത്തണം, അറിയണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ നമ്മൾ അതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ചിന്ത കുറഞ്ഞ ആളുകളൊന്നുമല്ല നമ്മൾ. പക്ഷേ ഇതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നതെന്ന് മാത്രമല്ല, എങ്ങനെ 10 കാശുണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് കാലത്ത് മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ 10 കാശുണ്ടാക്കാം, എങ്ങനെ ബാക്കി പിന്നെ നമുക്ക് വിശദീകരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹ് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് എത്ര ഫാക്റ്റാണത്. ഞാൻ ആകാശത്തും ഭൂമിയിലുമായിട്ട് ഒരുപാട് ചിന്തിക്കാനുള്ള സംഗതികൾ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ആയാത്തുകൾ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്, ദൃഷ്ടാന്തങ്ങൾ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. യമുറൂൻ അലൈഹ, അതിലൂടെ എല്ലാം അവർ നടന്നു പോകുന്നുണ്ട്. വഹും അൻഹാ മുഅരിദൂൻ, പക്ഷെ അവർ അശ്രദ്ധരാണ്. പണമുണ്ടാക്കാനുള്ള, സുഖിക്കാനുള്ള, മതിക്കാനുള്ള ആ വെപ്രാളത്തിൽ അവർ അതിനെക്കുറിച്ചെല്ലാം അശ്രദ്ധരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ശരിയാണത്. എത്ര ദൃഷ്ടാന്തങ്ങളുടെ മുകളിലൂടെയും നടുവിലൂടെയും വശങ്ങളിലൂടെയുമാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ടൂറുകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ദേശ ടൂറുകളും ദേശാന്തര ടൂറുകളും നമ്മൾ നടത്തിയിട്ടില്ലേ? എവിടെയെങ്കിലും പോയി നിന്നിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ കരവിരുതാണിത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആലോചിക്കണം അതിനെക്കുറിച്ച്.
നമ്മളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി ആക്ഷേപിച്ചിട്ടുള്ളത്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ നടന്നു പോകുന്നു, പക്ഷെ അവർ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നേയില്ല, അശ്രദ്ധമാണവർ. രണ്ടാമത്തെ ആയാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അത് പിന്നെ നമ്മളെപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഓത്ത് കിതാബായി മാറ്റി. ചുരുക്കത്തിൽ അള്ളാഹു ജ്ഞാനം നൽകാൻ തന്ന രണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മളോളം അക്രമികൾ വേറെ ആരാണുള്ളത്? ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, മറ്റേത് നമ്മൾ ഓത്ത് കിതാബാക്കി മാറ്റി. ഇത് രണ്ടും പൊടി തട്ടി നമ്മൾ എടുക്കണം. എടുത്താലേ അല്ല പറയുന്ന ഉലമാക്കളാകാൻ പറ്റുള്ളൂ. അല്ല ഉലമാക്കളാകാനല്ല പറയുന്നത്. അല്ല പറയുന്നത് എന്തറിയാമോ? ഈ ഉലമാക്കൾക്കേ അള്ളാനെ ഭയപ്പെടാൻ പറ്റുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ ഇവർക്കേ പറ്റുള്ളൂ എന്നാണ്. അപ്പം അതിന് അർത്ഥം എന്താണ്? ഈ ഉലമാക്കളായേ പറ്റുള്ളൂ എന്നല്ലേ? ഒരു മുസ്ലിമിന് വേണ്ട ജ്ഞാനം ഇതാണ് എന്നല്ലേ അള്ള പറയുന്നത്. ഈ ജ്ഞാനം നിങ്ങൾ കരസ്ഥമാക്കണം. ഈ കരസ്ഥമാക്കിയാലേ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ പറ്റുള്ളൂ. മീൻസ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുന്നവരായി നിങ്ങൾക്ക് മാറാൻ കഴിയൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വേറെ നമുക്ക് കാണാൻ കഴിയും. 45-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഇന്ന ഫിസ് സമാവാതി വൽ അർദി ലആയാത്തിൽ ലിൽ മുഅ്മിനീൻ. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. അസീസും ഹക്കീമുമായിട്ടുള്ള അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് ഈ പ്രമാണരേഖ. എന്നിട്ട് തൊട്ടുടൻ അല്ലാഹ് എന്താ പറയുന്നത്? ഇന്ന ഫിസ് സമാവാതി വൽ അർദി ലആയാത്തിൽ ലിൽ മുഅ്മിനീൻ. ആകാശത്തും ഭൂമികളിലും മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. സമയപരിമിതി കൊണ്ടാണ്, ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇത് ഖുർആനിലുള്ളതാണ്. ഇത് നമ്മൾ വായിക്കേണ്ടതാണ്, ഓതേണ്ടതല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഖുർആൻ ഓതേണ്ട ഒരു ഗ്രന്ഥമല്ല. ഖുർആൻ വായിക്കേണ്ട ഗ്രന്ഥമാണ്, വായിച്ച് ചിന്തിക്കേണ്ട ഗ്രന്ഥമാണ്. ആ ഖുർആനിനെ എത്രത്തോളം നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറയുന്നു, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത്, നമ്മൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ലീവ് എടുക്കേണ്ട കാര്യമില്ല, ഈ സന്ദർഭം നോക്കേണ്ട കാര്യമില്ല, സാഹചര്യം നോക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമുക്ക് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള ഗുണം അത് വലിയൊരു ഇബാദത്താണ്. ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഇബാദത്താണ്. കാരണം എന്താണ്? ആ ചിന്തിക്കുമ്പോഴെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? ദിക്റാണ് ചെയ്യുന്നത്, അള്ളാഹുവിനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ അശ്രദ്ധമായിട്ട് 1000 സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ തുലാസിൽ തൂങ്ങുക, അവന്റെ ഒരു പ്രകൃതി പ്രതിഭാസം കണ്ടിട്ട് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിനായിരിക്കും, അതിനായിരിക്കും വിലയുണ്ടാവുക. മറ്റേത് ആബ്സെന്റ് മൈൻഡഡ് ആണ്. ഇത് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ബോധപൂർവമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളാകാൻ നമ്മൾ ശ്രമിക്കണം, നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ. ഇതൊക്കെ ജീവിതത്തെ നന്നാക്കാൻ, ആ വിവരം കരസ്ഥമാക്കി അതിൻ്റെ ഒരു വിവരസ്ഥനായിട്ട് നടക്കാനല്ല, ജീവിതം നന്നാക്കാനാണ് ഇത് പറയുന്നത്. അതിൻ്റെ മാർഗങ്ങളായിട്ടാണ് അള്ളാഹ് അവതരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചവരെ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ ഖുതുബ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി, അവരുടെ ബാപ്പക്ക് സുഖമില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഷുഗറും ഒക്കെയായി, പ്രഷറും ഒക്കെയായി ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ബാപ്പയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് അവരുടെ മക്കൾക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.